ഉണ്ടാക്കാൻ പോകുന്നത് അരി കൊണ്ട് ഉള്ളൊരു അലുവയാണ്. അരി കുതിർത്തി വെച്ചതാണ്. 1 ഗ്ലാസ് അരി ഉണ്ട്, നല്ല ഒരു വലിയ ഗ്ലാസ് അരി ഉണ്ട്. അതിക്ക് ഞാനൊരു 4-5 ഏലക്കായും വെച്ചിട്ടുണ്ട്. ഏലക്കായ പൊടി ഇടുന്നതിന് നല്ലത് അരി അരയ്ക്കുമ്പോൾ അതിലിടാനാണ്. അതിലേക്കൊരു 3/4 നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞ് വെച്ചതാണ്. എല്ലാ പാലും ഒന്നിച്ച് വെച്ചതാണ്. പിന്നെ ഒരു 1/2 കിലോ ശർക്കര വിളയിച്ച് വെച്ചിട്ടുണ്ട്. ആ ശർക്കര വിളയിച്ചപ്പോൾ കുറച്ച് പഞ്ചസാര കരിച്ച് കാരമലുണ്ടാക്കി ആ വെള്ളത്തിലാണ് വിളയിച്ചിരിക്കുന്നത്. കാരണം ഈ അലുവ കുറച്ച് കളറ് കിട്ടാൻ, ശർക്കര വെള്ള ശർക്കരയായിരുന്നു, അപ്പോൾ അതിന് കളറ് കിട്ടാൻ. അപ്പോൾ ഈ അരി നന്നായി അരച്ച് കൊണ്ടുവരാം. ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരയ്ക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ ആവശ്യത്തിന് ഒഴിച്ച് അരയ്ക്കുക. അരി അരച്ചത് പാത്രത്തേക്ക് മാറ്റിയാണ്. ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ ചാറ് കഴുകിയെടുക്കുകയാണ്. ചാറത്തെല്ലാം മാവ് കഴുകിയെടുക്കുക. ഇനി ശർക്കര പാനി ഒഴിക്കുകയാണ്. ഒന്നിച്ച് ഇളക്കി ഉണ്ടാക്കി വെച്ചത് 1/2 കിലോ. അപ്പം മുഴുവനൊന്നും ഒഴിക്കുന്നില്ല, അത് മതി. ഇനി വേണമെങ്കിൽ മധുരം പോരെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നെയ്യെല്ലാം ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. കത്തിക്കുകയാണ്. ഇനി പാത്രം അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അലുവ മുറുകി വരുന്ന വരെ. പാത്രത്തിൽ കുറച്ച് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് അലുവ തയ്യാറായാൽ ഒഴിച്ച് വെക്കാനാണ്. ഞാൻ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇത് ഇളക്കി മുറുകിച്ച് വരണം. എണ്ണ കിനിഞ്ഞ് വരണം. ഇതിലേക്ക് ആ ഒഴിച്ച എണ്ണ അങ്ങോട്ട് തികന്ന് വരണം. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച എണ്ണ മധുരം വേണമെങ്കിൽ ശർക്കര ഒഴിക്കുകയാണ്. ശർക്കര ഒഴിക്കുക. എണ്ണ ആവശ്യമാണെങ്കിൽ എണ്ണ ഒഴിക്കുക. അലുവയുടെ ഒഴിച്ച എണ്ണ കിനിഞ്ഞ് വരുന്നുണ്ട്. അലുവ ഏകദേശം റെഡിയായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ഒഴിച്ച എണ്ണ ഇങ്ങോട്ട് തന്നെ വരും. അലുവ മൂത്ത് വരുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുളണം. അങ്ങനെ ഉരുണ്ട് വരണം. അതാണ് അലുവയുടെ പാകം. വെള്ളം എണ്ണ നമുക്ക് ഇങ്ങോട്ട് ഒഴുകി വരികയാണ്. അലുവ റെഡി ആയിട്ടുണ്ട്. ഇനി വാങ്ങി വെക്കുകയാണ്. പുറത്തുനിന്ന് മാറ്റുമ്പോൾ വേണ്ട രീതിയിൽ നമുക്ക് മുറിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്.